ഇന്നൊരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ കാപ്പി ഉണ്ടാക്കിയൊന്നും എടുത്തില്ല. പിന്നെ 10:30 ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഗോതമ്പ് കഴുകി ഉണങ്ങാനിട്ടിട്ടുണ്ട്. അമ്പാടി അതിൻ്റെ ചുറ്റും നടപ്പുണ്ടായിരുന്നു വാരി കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടനും കുഞ്ഞുവാവയും കൂടെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ഭരണി, ഒരു അത്യാവശ്യം വലിയൊരു ഭരണിയാണ്, ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഗോതമ്പൊക്കെ വാരി ഇടാൻ വേണ്ടിയിട്ട്, പിന്നീട് പൊടിപ്പിക്കാമല്ലോ എന്നോർത്ത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ആണെങ്കിൽ ഇത് അമ്മയാണെങ്കിൽ ഇവിടെ മീൻകറിക്കുള്ള മുളക് ഇഞ്ചിയൊക്കെ അരിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മഴയത്താണെങ്കിൽ കുറച്ച് തുണിയൊക്കെ അലക്കി ഇത് ബക്കറ്റിൽ അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു, വിരിച്ചിടാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കരിമ്പൻ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുവാവയുടെ അമ്പൂട്ടൻ്റെയും ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് കരിമ്പൻ പോണ മരുന്ന് മേടിപ്പിച്ചിട്ട് അതൊക്കെ ഇവിടെ കൊണ്ട് മുക്കി വെച്ചിരിക്കുവാണ്. അപ്പോൾ അരമണിക്കൂറോളം ആയായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കരിമ്പൻ നല്ല പോലെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഡാർക്ക് കളറ് ഡ്രസ്സൊക്കെ കളർ പോയിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ ഇനി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയും കൂടെ കളറ് പോകും. അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെ മുന്നേ ആണെങ്കിൽ ഓരോരോ തുണികൾ ഉണങ്ങിയതനുസരിച്ച് കൊണ്ട് മടക്കി വെക്കുവാണ് കേട്ടോ. ഇല്ലെങ്കിൽ വേറെ അഴയിൽ തുണിയൊന്നും ബാക്കി തിരുമണ കുഞ്ഞു അവയുടെ ഉടുപ്പൊന്നും ഇടാൻ വേണ്ടി സ്ഥലമില്ല. അപ്പം ചേട്ടൻ്റെ 2 വെള്ളമുണ്ട്, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയെടുത്ത് അലമാരയിൽ വെക്കാമെന്ന് കരുതി. പിന്നെ ആണെങ്കിൽ ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇതൊക്കെ ഈ ഗോതമ്പ് ഉണക്കൽ, വാരൽ, അങ്ങനെയുള്ള പേറ്റൽ, അങ്ങനെയുള്ള കുറേ തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ചെറിയൊരു തിരക്ക്, എന്നെ സംബന്ധിച്ച് ചെറിയൊരു തിരക്ക്. അങ്ങനെ ചേട്ടൻ്റെ മുണ്ടുകളൊക്കെ 2 ഉള്ളത് മടക്കി അലമാരയിൽ കൊണ്ട് വെച്ചതിന് ശേഷം വേണം എനിക്ക് ബാക്കി തുണിയൊക്കെ തിരുമാനായിട്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കുഞ്ഞുവാവയുടെ ആ ഉടുപ്പും ഇതൊക്കെ തിരുമാൻ വേണ്ടിയിട്ട് പോയി. അതിന് ശേഷം ചേട്ടൻ എനിക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ച് തരുവാണ്. എനിക്ക് വെയിറ്റൊന്നും എടുക്കാറായില്ല. ഞാൻ തുണികളൊന്നും അങ്ങനെ അലക്കാറില്ല, എല്ലാം അവരൊക്കെ തന്നെയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഈ കുഞ്ഞുവാവയുടെ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ ഊരിപ്പിഴിഞ്ഞതിന് ശേഷം ഞാൻ വിരിക്കുന്നില്ല ഇപ്പം, കാരണം അതിൽ പശയൊക്കെ മുക്കിയതിന് ശേഷം വിരിക്കാമെന്ന് വെച്ചു. ഈ കരിമ്പൻ മരുന്നിന് ഭയങ്കര സ്മെല്ലാണ്, നമ്മളെ എത്ര ഊരിപ്പിഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകത്തില്ല കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കുറേ തവണ ഊരിപ്പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം അത്രയും ലെങ്ത്തായി പോവും, പിന്നെ എല്ലാവർക്കും ബോറടിയാവും. അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ ആണെങ്കിൽ അതൊക്കെ ഊരിപ്പിഴിഞ്ഞ് വേറെ ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചു. അതിന് ശേഷം വന്നിട്ട് ബാക്കി കുറച്ച് തുണി കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കുറേ ഒരുമിച്ചിടുമ്പോഴത്തേക്കും എന്തായാലും പോവത്തില്ല, കരിമ്പനായിട്ട് എല്ലാത്തിൻ്റെ ഇടയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പോവത്തില്ല തുണി. അപ്പം ഞാനാണെങ്കിൽ കുറച്ചായിട്ട് മുക്കാമെന്ന് വെച്ച്. അപ്പോൾ ആദ്യം കുറച്ച് മുക്കിയതാണ്, കഴുകി പിഴിഞ്ഞ് ബക്കറ്റിലിട്ടു. അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് മുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കൈ വെച്ചിട്ടല്ല മരുന്ന് ഇളക്കിയത്, ഇങ്ങനെ ഒരു വഴുക്കലാണ് മരുന്നിന്. എന്ത് ചെയ്താൽ നമ്മൾ ഒരുപാട് നേരം കയ്യിലിട്ട് ഉരച്ച് സോപ്പൊക്കെ ഇട്ട് കഴുകിയെന്ന് പറഞ്ഞാൽ ആ ഒരു വഴുക്കൽ അങ്ങോട്ട് പോവത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഈ കമ്പും കോലൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് മുക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഗോതമ്പൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വാരി കൂട്ടി വെക്കുവാണ്. അതിങ്ങനെ നിരന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ കോഴി കൊത്തും, അല്ലെങ്കിൽ അമ്പാടി വാരിയത് മിറ്റമ്പടിയൊക്കെ എറിഞ്ഞ് കളയും. അപ്പം ഞാൻ കരുതി എന്നാൽ അതൊക്കെ വാരി കൂട്ടിയിട്ട് പായങ്ങ് മടക്കി വെച്ചേക്കാമെന്ന് കരുതി. പിന്നെ ഞാനാണെങ്കിൽ അവിടെ ഒരു മേശ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഉണങ്ങാനിട്ടേക്കുമായിരുന്നു. ഇതിൻ്റെ പുറത്ത് കിടത്തിയാണ് കുഞ്ഞുമാവനെ കുളിപ്പിക്കുന്നത്, ഷീറ്റൊക്കെ വിരിച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണങ്ങാനിട്ടേക്കുമായിരുന്നു. ഇനി ഞാനത് അകത്തേക്ക് എടുക്കുവാണ്. അതെനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് തേക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ പുറത്തിട്ട് തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതൊക്കെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ബാക്കി തുണിയൊക്കെ തിരുമണം. ഇനിയിപ്പോൾ അതൊക്കെ മുന്നേ ഒന്ന് കുളിക്കാൻ പോകണം. അപ്പോൾ പിള്ളേരെയൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പം കാണുന്ന രംഗമാണ് ഇത്. അമ്പാടിക്ക് ഫോൺ കൊടുത്തില്ല, കാത്തു കാണിച്ചില്ല, അതിനുള്ള ബഹളവും കരച്ചിലും ഒക്കെയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് അധികം നേരം അമ്പാടിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു, ആശ്വസിപ്പിക്കുമായിരുന്നു, നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് ഫോൺ പിന്നെ തരാം, പിള്ളേർ ഒരുപാട് നേരം ഫോണൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ചേട്ടൻ്റെ കൊടുത്തു അമ്പാടീനെ. അപ്പോൾ ചേട്ടൻ ആ സമയത്ത് വഴിയിലോട്ട് കൊണ്ടുപോയി അവനെ വണ്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് അമ്മയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ അമ്മയുടെ കയ്യിൽ കൊടുത്തു, അതൊന്ന് പേറ്റാൻ വേണ്ടി. കുറച്ച് മണ്ണൊക്കെ ഉണ്ട്, അമ്പാടി കാലും കൊണ്ട് തട്ടിയിട്ടതും. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോഴൊക്കെ തെറിക്കണ മണ്ണും കല്ലൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അമ്മ അത് പേറ്റാന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുവാവ് വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഞാൻ പിന്നെ അവനെയും കൊണ്ട് പോയിട്ട് എന്നാൽ പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം വന്നിട്ട് അമ്മ ഇങ്ങനെ പേറ്റി അതൊരു നീല കൊട്ടയ്ക്കകത്താണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ ഒരു ഭരണിക്കകത്ത് ഇട്ട് വെക്കാമെന്ന് കരുതി, കുറച്ച് എല്ലാം കൊണ്ടും അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലോ. അപ്പോൾ അങ്ങനെ അവൻ വഴക്കുണ്ടാക്കിയത് കൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ അവനെ ഉറക്കിയതിനൊക്കെ ശേഷം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി തൊട്ടിയിലൊക്കെ ഇട്ട് ഉറക്കി ആട്ടി അവിടെ കിടത്തിയിട്ട് ഞാൻ പിന്നെ ഇറങ്ങിപ്പോന്നു. അതിന് ശേഷം വന്നിട്ട് ഈ ടിന്നയിൽ ഞാൻ അമ്മ അവിടെ പേറ്റി മാറ്റി വെക്കുന്ന ഗോതമ്പും ഒക്കെ ടിന്നിലാക്കുവാണ് കേട്ടോ. അത്യാവശ്യം നിറച്ച് ഗോതമ്പുണ്ടായിരുന്നു, 7 കിലോ ഗോതമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് പൊടിപ്പിക്കണം. പിന്നെ ഞാനാണെങ്കിൽ വന്നിട്ട് ബാക്കി ആ രണ്ടാമത് മുക്കിയിട്ട് തുണിയൊക്കെ ബാക്കി തിരുമാന്ന് വെച്ചു. അപ്പോഴത്തേക്കും അമ്മ ബാക്കി ഗോതമ്പും കൂടെ പേറ്റി അവിടെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വന്നിട്ട് ബാക്കി തുണിയും കൂടെ അങ്ങ് തിരുമാൻ, വെയിൽ പോകുന്നതിന് മുമ്പ് പശയൊക്കെ മുക്കിയിട്ട് നമുക്ക് വിരിച്ചിടാനുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തിരുമിയത് ഇവിടെ ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഊരി പിഴിഞ്ഞിട്ട് വേണം കംഫർട്ട് സ്റ്റിഫൊക്കെ മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഇതും അങ്ങ് വേഗം തിരുമാന്ന് കരുതി. ഞാനെങ്കിൽ സാധാരണ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുണിയൊന്നും തിരുമത്തില്ല, കാരണം പിന്നെ നമ്മുടെ മേത്തൊക്കെ വെള്ളവും അഴുക്കുമൊക്കെ തെറിക്കും. പക്ഷേ എങ്കിൽ ഇത് കുഞ്ഞു പിള്ളേരുടെ തുണികളാണുകൊണ്ട് അങ്ങ് തിരുമാന്ന് കരുതി. അതിന് ശേഷം വന്നിട്ട് അതൊക്കെ ഒന്ന് ഊരിപ്പിഴിഞ്ഞ് ആ തുണിയുടെ കൂടെ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇനി അമ്പാടീനെയൊക്കെ ഉറക്കിയതിന് ശേഷം വേണം കടയിൽ പോയിട്ട് പശയും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം എനിക്ക് ഈ ബാക്കി തുണികളൊക്കെ കൂടി ഒരുമിച്ച് മുക്കിപ്പൊക്കി അഴയെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. പറ്റുന്ന പോലെയുള്ള പണികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അമ്പാടി ഇതിൽ നടപ്പുണ്ട്. അമ്പാടി പുറകോട്ട് നടന്ന് കളിക്കുവാണ്, ഗോതമ്പ് എങ്ങനെയെങ്കിലും തട്ടിക്കളയാൻ വേണ്ടി നടക്കുവാണ്. അപ്പോൾ കുഞ്ഞുവാവ് ഉറങ്ങിയേറ്റു. പിന്നെ അമ്പാടിനെ മിറ്റമ്പഴി കുറച്ച് നേരം നടന്ന് വെച്ചിട്ട് അവനെ എടുത്തു കേട്ടോ, അല്ലെങ്കിൽ വഴക്കാണ്. അപ്പോൾ ഇത് എൻ്റെ ട്രൈപ്പോഡെല്ലാം തട്ടിക്കളഞ്ഞ് ഒരു രക്ഷയില്ല, ഭയങ്കര കുസൃതിയാണ്. അതിന് ശേഷം വന്നിട്ട് ഞാൻ ബാക്കി ഗോതമ്പും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാമെന്ന് കരുതി. ഈ മേശ ഞാനിവിടെ കൊണ്ടേക്കണം തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. തുണി തേപ്പൊന്നും നടന്നില്ല, തുണി തേക്കാമെന്നൊക്കെ വെച്ചിരുന്നതാണ്. പക്ഷേ പിള്ളേരെ വഴക്കും പിന്നെ ഓരോ തിരക്കും ഒക്കെ കാരണം ഒരു പണി നടന്നില്ല. അപ്പോൾ പിന്നീട് ഇനി തേക്കാമെന്ന് കരുതി. കുറേ തയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കാമെന്നൊക്കെ കരുതി കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ബാക്കി ഗോതമ്പും ഒക്കെ കൂടി വാരിയ പരണ്ടിയിൽ ഇട്ട് വെക്കാമെന്ന് കരുതി. എനിക്ക് എന്താ പറയണേ, ഇത്രയും ഇനിയിപ്പം ബാക്കി കുറച്ച് ഗോതമ്പ് അവിടെ ഇരിക്കുന്ന ഒരു ചുമല ബക്കറ്റിൻ്റെ അകത്ത് നേരത്തെ കഴിഞ്ഞ മാസം കിട്ടിയ ഗോതമ്പ് പൊടിപ്പിച്ച് വെച്ചേക്കുവാണ് 7 കിലോ. അപ്പോൾ ഇത്തവണ കിട്ടിയത് 7 കിലോയാണ്. ഇപ്പോൾ ഇനി അത് തീർന്നിട്ട് വേണം ഇത് പൊടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്കത് പൊടിയൊന്നും ഇട്ട് വെക്കാൻ രക്ഷയില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അതിന് ശേഷം ഞാൻ അത്താഴം കഴിക്കുവാണ്. ഞാൻ ദോശയാണ് കഴിക്കുന്നത്. ഞാൻ ഡയറ്റിങ്ങിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ രാത്രിക്ക് ചോറ് കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എറിഞ്ഞിട്ട് കൊടുക്കുന്ന പൂച്ചയ്ക്കാണ്. നമ്മുടെ ഇവിടെ 3 പൂച്ചക്കുട്ടന്മാരുണ്ട്. അപ്പോൾ അവർക്കാണ് ഞാൻ തെരി എറിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവ ഇവിടെ കമന്ന് വീഴാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാനവിടെ തലേണ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു ചുമന്ന കളറുള്ള സംഭവം എൻ്റെ സീപ്പില്ലയാണ്. അപ്പോൾ അത് ഞാൻ അമ്പാടിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ അനിയത്തി എനിക്ക് വാങ്ങിച്ചു തന്നായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അമ്പാടീനെ കുളിപ്പിക്കാനുള്ള മേടിലാണ് കേട്ടോ. വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ അമ്മ അടുക്കള ഇരിപ്പുണ്ട്, കുടിവെള്ളം ചൂടാക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ശുഭരാത്രി.